ഹലോ ഡിയേഴ്സ്, എല്ലായിടത്തും നല്ല മഴയാണല്ലേ. ഇവിടെ നല്ല മഴ എന്ന് പറയാനില്ല, പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2-3 ദിവസം മുമ്പാണെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പിന്നെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വെന്തവട്ടി ഊരിലാണ്. ഇവിടെ ഒരു വീടിൻ്റെ മുന്നിൽ ഇഷ്ടംപോലെ മത്തൻ്റെ ഇല വിളഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. ഇവിടെ മാത്രമല്ല, അവർ അതിൻ്റെ മുകളിലൂടെ ഒക്കെ പടർത്തി വിട്ടിട്ടുണ്ട്. 2-3-4 സ്ഥലത്ത് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തു നിന്നാണെങ്കിൽ കോട ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചുറ്റും മലയുടെ നടുക്ക് 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മുകളിലേക്ക് കയറി ചെന്നപ്പോഴാണ് അറിഞ്ഞത് കുറേ വീടുകളുണ്ടെന്ന് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, അവിടെ നിറച്ചും മത്തൻ്റെ ഇല തളിർത്ത് നിൽക്കുവാണ്. കുറച്ച് ചോദിച്ചിട്ട് പറിക്കാം. റോഡിൻ്റെ അങ്ങേ അറ്റായി കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് റോഡേ ഇല്ല. അതിൻ്റെ ലാസ്റ്റാണ് ഞങ്ങൾ നിൽക്കണത്. ഈ ഊര് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് മല ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഊരടം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, കിണ്ണക്കര. അത് നീലഗിരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ് കിണ്ണക്കര. ഊട്ടിയുടെ ഒരു ഭാഗമായിട്ട് വരും. അപ്പം അങ്ങോട്ട് ഇവിടുന്ന് ആൾക്കാർ മല ഇറങ്ങി പോയിട്ടാണ് പോയിരുന്നത് ഫസ്റ്റ്. പക്ഷെ ഇപ്പം അങ്ങനെ പോക്കൊന്നും നടക്കില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുള്ളി വഴി ഊട്ടിക്ക് പോവില്ലേ, അതേ വഴി പോകണം. എന്നിട്ട് കിണ്ണക്കര കഴിഞ്ഞിട്ട് വേണം ഈ ഊരടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. ഈ ഊരടം എന്ന് പറഞ്ഞ സ്ഥലമാണെങ്കിൽ അട്ടപ്പാടി പഞ്ചായത്തിൽ പെട്ടൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അട്ടപ്പാടിയിൽ ഓരോ സ്ഥലങ്ങളുള്ളത് കേട്ടോ. ഒരു സ്ഥലം ഇവിടെയാണെങ്കിൽ പിന്നൊരു സ്ഥലം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതേ ഇവിടെ നല്ലോണം ഭക്ഷണം എന്തോ വയ്ക്കുന്നുണ്ടുള്ളൂ. ഇങ്ങനെ പുക വരുന്നുണ്ട്. ഉള്ളിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവിടെ മേലെ ഒരു വീട് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. മേലേക്ക് ഞാൻ കയറി നോക്കിയപ്പോഴാണ് ഇഷ്ടംപോലെ വീടുകൾ അവിടെ ഉണ്ട്. ഒരു ഊര് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മത്തൻ്റെ എല്ലാ സൈഡിലുള്ളതൊക്കെ നുള്ളിപ്പെറുക്കി എടുത്തിട്ടുണ്ട്. കൂട്ടാൻ വയ്ക്കാം. നിറച്ചും ചാണകം. ഇവിടെ ഒരു വീടുണ്ട്. പിന്നെ ദേ ഇവിടെ നല്ല മറ്റേ ജണ്ടയില്ലേ, ജണ്ട, ഫോറസ്റ്റിൻ്റെ ജണ്ട. ഒരു പഴയ വീട്, നല്ല ചെമ്പരത്തി. ചേച്ചി ദേ മത്തൻ്റെ ഇല തപ്പിപ്പോയി കുറച്ച് പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തളിരും ഇലയും ഒക്കെ കൂടി ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ 2-3 കുട്ടികളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ പറിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അവിടേക്ക് പോകുമ്പോൾ കുറേ വീടുകൾ, കുറേ ആടും ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് പട്ടിയുണ്ട്. പട്ടിയൊന്നും ചെയ്യില്ല. ആദ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. പിന്നെ പട്ടിയൊന്നും ചെയ്യുന്നില്ല. പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ മുല്ലപ്പൂത്തോട്ടം ഉണ്ട് കേട്ടോ. ബാക്കിൽ കുറേ കാശിത്തുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വിത്തുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പം വിത്തില്ല കേട്ടോ. വിത്ത് ആയിട്ടില്ല. നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേ വിത്താവുള്ളൂ. പിന്നെ ചോട്ടിലൊന്നും നോക്കാൻ പറ്റിയില്ല. കാരണം പല പാമ്പോ ചെമ്പോ എല്ലാം ഉണ്ടെങ്കിലേ പണി കിട്ടും. അതുകൊണ്ട് താഴെയൊന്നും നോക്കാൻ നിന്നില്ല. ഞാൻ അരിച്ചു പെറുക്കി നോക്കി എവിടെയെങ്കിലും വിത്തുണ്ടോ, പക്ഷെ കിട്ടിയില്ല. താഴെ നിറച്ചും ചെടികളാണ്. പരമാവധി കുറച്ചൊക്കെ ചെടികൾ നമുക്ക് കൊണ്ടുപോവാം. ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ചെടികളുണ്ട്. മുല്ലപ്പൂവിൻ്റെ കൃഷിയാണ് കേട്ടോ. നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. കുറേ മുട്ടും ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ മുട്ട് പറിച്ചെടുത്തു. ഇടയിൽ കൂടെ ഓരോ കാശിത്തുമ്പയും നിൽക്കുന്നുണ്ട്. 2-3 വെറൈറ്റി കളറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ വിത്തില്ലാത്തതുകൊണ്ട് അതൊന്നും പറിക്കാൻ പറ്റിയില്ല. പിന്നെ ദേ ഡാലിയ അങ്ങനത്തെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. സീനിക അങ്ങനത്തെ കുറേ പൂക്കളുണ്ട്. പിന്നെ അപ്പുറത്ത് നല്ലോണം വലിയ മലയാണ്. അവിടെ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതൊക്കെ കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിത്തും തപ്പി നടക്കണത്. താഴെ നിറച്ച് മുല്ലത്തോട്ടം ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഞാൻ പോയി നോക്കി. പക്ഷേ ഈ കളയൊന്നും പറിക്കാതെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് മുട്ടൊക്കെ പറിച്ചെടുത്തു. പിന്നെ കോഴിക്കൊണ്ട പൂവ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് 2-3 പറിച്ചെടുത്തു. നമ്മളിവിടെ പാകി കഴിഞ്ഞാൽ വരും. ഓണാകുമ്പോഴേക്കും ആവുമോയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പാകി നോക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാർത്തീനി വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒന്നും കള പറിച്ചു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അവരൊക്കെ വേറെ ഇങ്ങനെ പണിക്കൊക്കെ പോകുന്നവരല്ലേ, അപ്പം സമയം കിട്ടുന്നുണ്ടാവില്ല. അല്ലാത്തപ്പോൾ അവരിങ്ങനെ കളയൊക്കെ പറിച്ച് വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറച്ചും പൂവുണ്ടാവും കേട്ടോ മുല്ലത്തോട്ടത്തിൽ. ഇവിടെ ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പശുവും ആടൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഒരു പട്ടി മേലെ കയറി നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അത് താഴെ ഇറങ്ങി വന്നു. ഞാൻ പേടിച്ച് അതിലേ ഓടി. അപ്പോഴേക്കും പട്ടി പിന്നെ തിരിച്ചു പോയി. ഈ ഒരു ഷെഡിൻ്റെ മുകളിൽ മൊത്തം മത്തൻ്റെ ഇല ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ മത്തൻ്റെ ഇലയാണ് ഇഷ്ടം. മത്തൻ ഇഷ്ടമല്ല കേട്ടോ. മത്തൻ ഇഷ്ടമാണ്, കറിയും വെക്കും, എല്ലാം വെക്കും. പക്ഷേ അതിനെക്കാട്ടും ഇഷ്ടമാണ് മത്തൻ്റെ ഇല. നമുക്ക് ഈ കർക്കിടകത്തിൽ കഴിക്കേണ്ട ഇലകളിലൊന്നാണ്, 10 ഇലകളിലൊന്നാണ് നമ്മുടെ മത്തൻ്റെ ഇല. അതിൻ്റെ കൂമ്പും ഇലയും ഒക്കെ ഉപ്പേരി വെച്ചിട്ടും പിന്നെന്താ പറയുക, കറി വെച്ചിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പയറിൻ്റെ ഇല, കോവലിൻ്റെ ഇല, തഴുതാമയുടെ ഇല, അങ്ങനെ ഇഷ്ടംപോലെ എന്തൊക്കെ വെറൈറ്റി ഇലകൾ കിട്ടുമോ അതൊക്കെ ഈ കർക്കിടകത്തിൽ കഴിക്കണം നല്ലതാണ് കേട്ടോ.
ഞാനെന്തായാലും പരമാവധി തളിരിൻ്റെ ഇല നോക്കി പറിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തളിര് നുള്ളി കൊടുത്താലേ മത്തൻ നന്നായി ഉണ്ടാവുള്ളൂ അത്രേ. അപ്പോൾ അതുകൊണ്ട് തളിരിൻ്റെ നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൂത്ത മത്തൻ്റെ ഇലയും വേറൊരു കെട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കൊണ്ടുപോകാം. ഇഷ്ടംപോലെ ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ദേ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാനായിട്ട്. ചുറ്റിനും മല, കോട, ആവശ്യം പോലെ നല്ല മണമുള്ള കുറേ കറിവേപ്പില തൈകൾ കണ്ടു കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഒടിച്ചു കൊടുത്താലേ ഉണ്ടാവുള്ളൂ. കാട്ടിൽ നിൽക്കണമായതുകൊണ്ട് ആർക്കും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനത് എന്തായാലും ഒടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കറിവേപ്പിലയും വേണ്ട കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക് ഡപ്പയിൽ ഇങ്ങനെ ഈ ഇലയൊക്കെ ഊരി ഇങ്ങനെ എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ അടച്ചിട്ട്. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ശരിയാവില്ല, വാടിപ്പോവും. അതുകൊണ്ട് അധികമൊന്നും വേണ്ട. ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഒടിച്ചെടുത്തു. എവിടെ നോക്കിയാലും കറിവേപ്പില തൈയാണ്. പിന്നെ ഒരു എന്താ പറയുക, വിഷം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഇങ്ങനെ ശുദ്ധമായി കാട്ടിൽ നിന്ന് എടുക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ആവശ്യം പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ആവശ്യം പോലെ കിട്ടി. അപ്പം എന്നാൽ പിന്നെ അത് കഴുകിയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് ഞാനത് നന്നായിട്ട് വലിച്ച് കഴുകിയെടുത്തു. കാട്ടിലുണ്ടായതാണ് കാര്യം, വിഷമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കഴുകി കൊണ്ടുപോയി കഴിഞ്ഞാൽ സേഫല്ല. അപ്പോൾ നല്ലോണം കഴുകിയെടുത്തു. പിന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളം എന്ന് പറയണത് കുടിച്ചിട്ടില്ല, കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെള്ളം കുടിച്ചു. പിന്നെ കറിവേപ്പിലയും മത്തൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകുകയും ചെയ്തു ആവശ്യം പോലെ. പിന്നെ കാലും കഴുകിയെടുത്തു. നല്ല ഇച്ചിരി വഴുക്കലുണ്ടായിരുന്നേ. അപ്പം ഞാൻ കാലൊക്കെ കഴുകിയെടുത്തു. അപ്പം ഇവിടെ ചെക്ക് ഡാം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് താഴെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. അത് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അവിടെ ഇപ്പോൾ പോണത് അത്ര സേഫല്ല. നമ്മൾ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമൊക്കെ തപ്പി ഇങ്ങനെ നടക്കും. പക്ഷേ മലവെള്ളം എപ്പോഴാണോ ഒലിച്ചു വരിക പറയാൻ പറ്റില്ല. ഭയങ്കര അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടേക്കൊന്നും പോകുന്നത് മഴക്കാലത്ത് വേണ്ട കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ശാന്തമായ അന്തരീക്ഷത്തിലൊക്കെ പോവുമായിരിക്കും സേഫ്. അതേ ഇഷ്ടംപോലെ ആടുകളുണ്ട്, ആട്ടുംകുട്ടികളുണ്ട്, ആടുകളുണ്ട്, മുട്ടനാടുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അവിടെയും കുറേ കറിവേപ്പിലുണ്ട്. ഒന്നും നോക്കിയില്ല, എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഒക്കെ എൻ്റെ കൈ പെടട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഗത്തുനിന്നും പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി പാറയുടെ അടിയിൽ 2-3 കല്ല് വെച്ചിട്ട് ദൈവമായിട്ട് സങ്കല്പിച്ച് അവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ മിക്കവാറും സ്ഥലത്ത് അങ്ങനെ കാണാം കേട്ടോ. അപ്പം ഞാനും അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതേ വെള്ളം അങ്ങനെ ചെറുതായിട്ട് ഒലിക്കുന്നുള്ളൂ. പക്ഷേ എപ്പോൾ വെള്ളം കൂടുതൽ വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ അധികം വെള്ളം വരില്ലാന്ന് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട് ഇത്ര വെള്ളമേ ഉള്ളൂ. അപ്പം അപ്പുറത്താണെങ്കിൽ നല്ല വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ആലിൻ്റെ ചുവട്ടിൽ വേറൊരു അമ്പലം കൂടി കണ്ടു കേട്ടോ. അമ്പലത്തിൽ ഇങ്ങനെ പട്ടയൊക്കെ വെച്ച് പന്തലൊക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ താഴെ ഇതുപോലെ കല്ലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പുറത്തെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ മുന്നിലൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ഇത് പങ്കനാരിപ്പള്ളത്തിൽ നിന്നുള്ള വെള്ളമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഒരു വെള്ളച്ചാട്ടം, അത് പങ്കനാരിപ്പള്ളം എന്ന് പറയും. ഇത് എന്താ പറയുക, ഇത് കാരയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ തോടാണ്. അപ്പോൾ ഇവിടെയും ഇതേപോലെ ആനയുടെ വാസസ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇവിടെ ആന ഉണ്ടാവും. ആന ഈ തോട് മുറിച്ച് കിടക്കും. അതുപോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കും, പോവുകയില്ല വന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് പിന്നെ ആനയെ കാണുന്നത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ സ്ഥിരമായിട്ട് ആന വരാറുണ്ട്. ഈ അട്ടപ്പാടിയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും നല്ലോണം ആന വരുന്ന സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അതിലെയൊക്കെ നടന്ന് നോക്കി. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ച ചെക്ക് ഡാമാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. കല്ലേരിയാണ് പണിത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ഈ തോട്ടിൻ്റെ വർക്കുകളാണ് അവരിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യണത്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അത് നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനക്കുട്ടൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോകട്ടെ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട്. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തോട്ടിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നിയെങ്കിലും ഞാൻ ഇറങ്ങിയില്ല. അത്യാവശ്യം കുറച്ച് വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ട എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.